മനുഷ്യർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലേ? മാതാപിതാക്കളുടെ കൂടെ മക്കളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് കുടുംബത്തെ വിട്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ് നമുക്കൊക്കെ കേട്ടോ. നാബിഗ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നത്, നാബിഗ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യ അങ്ങ് കരഞ്ഞു. യുദ്ധത്തിന് അവർ യാത്ര പോവുകയാണ്, ദഅവത്തിന് വേണ്ടി പോവുകയാണ്. മഹാനായ നാബിഗ റളിയല്ലാഹു അൻഹു ഭാര്യ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കൈഫ തഖ്റുജു വതത്റുകുനി, എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ? ഗൾഫിലേക്ക് പോകുന്നതാവാം, ജോലിക്ക് പോകുന്നതാവാം. എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ? എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നാബിഗ റളിയല്ലാഹു അൻഹുവിനോട് സ്വന്തം ഭാര്യ പറഞ്ഞപ്പോ ആ ഭാര്യയോട് നാബിഗ റളിയല്ലാഹു അൻഹു കൊടുത്ത ചില കവിതയിലൂടെ നൽകിയ മറുപടിയുണ്ട്. മറുപടി ഒന്ന് പറയട്ടെ. യാ ബിൻത അമ്മി കിതാബുല്ലാഹി അഖ്റജനി ഖുർഹൻ വഹൽ അംനഅൻ അല്ലാഹ മാ ഫഅല. അല്ലാഹുവല്ലേ ദഅവത്ത് ചെയ്യണമെന്ന് പറയുന്നത്, അല്ലാഹുവല്ലേ ത്യാഗം ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹ് ഇറങ്ങാൻ പറഞ്ഞാ പിന്നെ ഇറങ്ങണ്ടയോ? നമ്മൾ ഇറങ്ങണം. അല്ലാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് റബ്ബ് സ്വീകരിക്കട്ടെ. ഇപ്പം നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളെയും മക്കളെയും കൂടെ വീട്ടിലിരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് ഒരു ചായയും കുടിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം ഇരിക്കാൻ കിട്ടുന്ന സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ സദസ്സിൽ എൻ്റെ കൂടെ നമ്മൾ ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കണത്, അല്ലേ? എനിക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാവിലെ എത്തുന്നു, ഒരു അരമണിക്കൂർ എങ്ങാനും വീട്ടിൽ നിൽക്കുന്നു, പോകുന്നു. ഈ 2 ദിവസം ആഴ്ചയിൽ, പിന്നെ തിങ്കളാഴ്ച മുതൽ സ്കൂളാണ്, വെള്ളിയാഴ്ച വരെ സ്കൂളാണ്, ജുമഅ വരെ സ്കൂളുണ്ട്. രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 4:30 വരെ സ്കൂളുണ്ട്. അപ്പോൾ കുറഞ്ഞ സമയം നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കേണ്ട വീക്കെൻഡാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എല്ലാ ആഴ്ചയും വരുന്നു, പോകുന്നു. എനിക്ക് തോന്നുകയാണ് ഇതൊന്നും ചെയ്യണ്ട, എനിക്കിപ്പോൾ എന്തിനാ വെറുതെ, എനിക്കിപ്പോൾ ഇവിടെ വന്ന് പോകുകയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി നോക്കിയാൽ എനിക്ക് നഷ്ടമാണ്. അത് പറയാലോ, പൈസ ഉണ്ടാക്കാനല്ലേ വരുന്നത്, എനിക്ക് നഷ്ടമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. എനിക്ക് അവിടെ നിന്ന് അതിലേറെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ദാറുൽ പഠിച്ചതല്ലേ, ഉമ്മത്തിൻ്റെ ചോറ് വെച്ചതല്ലേ, നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടവരാണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്രമമോ എൻ്റെ ഒരു സൗകര്യമോ ഞാൻ നോക്കാൻ പാടില്ലല്ലോ. സമൂഹത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ? ത്യാഗം എന്ന് പറയല്ലോ, ഒരു ഖിദ്മത്ത് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തിനാ ഈ ഉറക്കമൊഴിച്ച് യാത്ര വെച്ച്, എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റി, നാളെ ഉറങ്ങാൻ പറ്റൂല, മറ്റന്നാൾ രാവിലെ സ്കൂളിലേക്ക് എത്തും വേണം. കുട്ടികളെ മുമ്പിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്കൂളിലും മദ്രസയിലും ജോലിയും ഉസ്താദന്മാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണത്. അപ്പോൾ നമുക്കൊരു ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ ഈ ഒരു വീക്കെൻഡ് വരുമ്പോൾ, എനിക്ക് വിശ്രമില്ലാത്ത സമയമാണ് വീക്കെൻഡ്. സ്കൂളിലാവുമ്പോൾ അന്ന് രാത്രി 10 മണിക്കൊക്കെ ഉറങ്ങാൻ പറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുക. വേറെ പറയുമ്പോൾ ഉസ്താദന്മാരും ദഅവത്തിന് പോകുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ, ഞാൻ എന്തിനായി മനുഷ്യന്മാരെ ഈ പഴി കേൾക്കാനും ഇവരുടെ ഈ ചറപറ ഗീബത്ത് നമീമത്ത് കേൾക്കാനും എന്തിനാ? എനിക്ക് പരിപോയിൻ്റെ കുട്ടികളുടെ കൂടെ അവനാൻ്റെ ജോലിയും ചെയ്ത് മിണ്ടാണ്ട് ചായം കുടിച്ച് വെള്ളം കുടിച്ച് ഇരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചാൽ ദഅവത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ദൗത്യം നമ്മൾ ചെയ്യാതിരിക്കല്ലേ? അല്ലാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാവൂലേ? നമ്മളത് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ വിശ്രമം കാര്യം മരിച്ചിട്ട് ഖബറിൽ പോയി വിശ്രമിക്കേണ്ടി വരും, അല്ലാതെ ദുനിയാവിൽ വിശ്രമിക്കാൻ പറ്റും തോന്നില്ല. നമ്മളത് ചെയ്തേ പോയി. കിതാബല്ലാഹി അഖ്റജനി, നാബിഗ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ വാക്ക് ഞാൻ ചിന്തിച്ചു പോകും. അള്ളാഹിൻ്റെ കിതാബല്ലേ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. നമുക്ക് വിശ്രമിക്കേണ്ട സമയമാണ്, ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ അള്ളാഹു വിളിച്ചാൽ പിന്നെ ഇറങ്ങണ്ടേ എന്ന് ചോദിച്ചു ഭാര്യയോട് നാബിഗ റളിയല്ലാഹു അൻഹു. കൈഫ തഖ്റുജു വതത്റുകുനി ഫഇൻ റജഅതു ഫറബ്ബുൽ കൗനി യുർജിഉനി. പെണ്ണേ, ഞാൻ പോവാണ്, തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞയച്ചു എന്ന് വിചാരിച്ചാൽ മതി. അള്ളാഹു എന്നെ തിരിച്ചു പറഞ്ഞയച്ചപ്പോൾ ഞാൻ തിരിച്ചു വന്നു. വഇൻ ലഹഖതു ബിറബ്ബി ഫബ്തഗി ബദലാ. ഈ പോക്കിലെങ്ങാനും ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണെങ്കിൽ, നീ വേറെ പുതിയാപ്പണ്ണ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ, എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഞാൻ മരിച്ചാൽ പിന്നെ യുദ്ധം കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടു. അള്ളാഹു കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും. നമ്മുടെ ജീവിതമൊക്കെ അത്രയേ ഉള്ളൂ. യാത്രയിൽ നമ്മൾ എത്തൂലേ, ഫ്ലൈറ്റ് പൊളിഞ്ഞാടോ, ഇതൊന്നും നമുക്കറിയില്ല, അല്ലേ? കാറ് പോയി ഇടിക്കുമോ, ട്രെയിന് പോയിട്ട് എന്തെങ്കിലും ആവുമോ, അതൊക്കെ പേടിക്കാൻ തന്നാൽ ജീവിക്കാൻ പറ്റുമോ? പോവുകയാണ്, തിരിച്ചു വന്നാൽ അള്ളാഹ് തിരിച്ചു കൊണ്ടെന്നു വിചാരിച്ചാൽ മതി. വന്നില്ലേ, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി, എന്നാൽ പിന്നെ കുറേ കെട്ടിപ്പിടിച്ച് കരയൊന്നും വേണ്ട. എന്ത് ചെയ്യുക, നീ വേറെ കല്യാണം കഴിച്ചുകൊണ്ടിട്ടോ.
പക്ഷെ ഒരു പെണ്ണും ഭർത്താവിനോട് പറയില്ല, ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടരുതിട്ടോ എന്നാ പറയുള്ളൂ. പക്ഷെ ഭർത്താവായ നാബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇജ്ജ് വേറെ കല്യാണം കഴിച്ചോളൂ, എന്നെ അള്ളാഹ് കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ മതി, എനിക്കിവിടെ ഇറങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? ജീവിതം ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്, ഭാര്യ മക്കളുടെ കൂടെ ഇരിക്കൽ ഇഷ്ടമാണ്. പക്ഷെ ആ ഇഷ്ടത്തിന്റെ മീതെ അള്ളാഹുവിന്റെ ചില ഇഷ്ടങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. فَإِنْ رَجَعْتُ فَرَبُّ الْكَوْنِ يُرْجِعُنِي وَإِنْ لَحِقْتُ بِرَبِّي فَابْتَغِي بَدَلًا مَا كُنْتُ أَعْرَجَ أَوْ أَعْمَى فَيَعْذُرُنِي أَوْ ضَارِعًا مِنْ ضَنًا لَمْ يَسْتَطِعْ حِوَلًا. പെണ്ണേ, എനിക്ക് മുടന്തുകാലില്ലല്ലോ, ഞാൻ അന്ധനല്ലല്ലോ, കണ്ണ് കാണാത്ത മനുഷ്യനാണെങ്കിൽ എനിക്ക് എഴുതുറുണ്ട്, എക്സ്ക്യൂസ് ഉണ്ട്, എനിക്ക് ഇളവുണ്ട് എന്ന് പറയാം. ആരോഗ്യമുള്ള അവസ്ഥയല്ലേ, അപ്പൊ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അതുകൊണ്ട് പെണ്ണേ എന്നോട് പോകരുത് എന്ന് പറയല്ലേ എന്ന് മഹാനായ നാബി റളിയല്ലാഹു അൻഹു ഭാര്യയോട്, എന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്ന മനുഷ്യന്റെ ഫിത്രത്തിന്റെ സ്വഭാവത്തെ അള്ളാഹുവിന് വേണ്ടി ആ സ്വഭാവത്തെ പരിപോഷിപ്പിക്കുകയാണ്. അതിലും വലുത് എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ സമർപ്പിക്കണം. ആ ത്യാഗമാണ് നാബി റളിയല്ലാഹു, ആ ത്യാഗമാണ് സ്വഹാബിമാർ ചെയ്തത്, താബിഈങ്ങൾ ചെയ്തത്, ഉലമാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദാഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള ത്യാഗമാണ്. എന്തേ, നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ, വെറുതെ ഇരിക്കാനോ ഒരു പണിയില്ലാണ്ടിരിക്കാനോ. സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് തെറി കേൾക്കേണ്ടി വരും അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രസംഗം ഒരു വാദമെല്ലാം ഉണ്ടാണ്ട് ഉത്തരുന്ന ആരെങ്കിലും അറിയോ? എന്തെങ്കിലും കേൾക്കേണ്ടതുണ്ടോ? അങ്ങനെ ജീവിച്ചൂടെ? അപ്പോൾ ഇതിൽ നല്ലതും ചീത്ത കുറേ ദുആ കിട്ടുട്ടോ, മാഷാ അല്ലാഹ്. എത്രയോ ഉമ്മമാർ, പ്രായമുള്ള ഉപ്പമാർ, നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യന്മാർ ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു അതിനൊക്കെ കൂലി തരട്ടെ. അതൊരു ഭാഗമാണ്. കുറച്ചാൾക്കാർ നല്ല ഏറും ചെയ്യും, ആ ഏറും കൊള്ളേണ്ടി വരും. അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് എന്തുണ്ട്? അതുകൊണ്ട് ഏറ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്? നന്മ പറയാതിരിക്കരുത്, സത്യം പറയാതിരിക്കരുത്. എറിയുന്നവരെ എല്ലാവരും എറി. അള്ളാഹു റസൂലിനെ അവരെ എറിഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലപ്പുറമൊന്നുമല്ലല്ലോ നമ്മളെ കാര്യങ്ങൾ, അത്ര വിചാരിച്ചാൽ മതി. നമ്മുടെ റാഹത്തിനേക്കാൾ വലുത് അള്ളാഹുവിൻ്റെതാണ്. ഇതാണ് നമ്മുടെ മനുഷ്യ പ്രകൃതത്തെ അള്ളാഹുവിന് വേണ്ടി പരിപോഷിപ്പിക്കുവാൻ വേണ്ടി പറയാണ് പരിശുദ്ധമായ ദീൻ. വലിയൊരു ചരിത്രമുണ്ട്. മഹാനായ അല്ലാമ ഇബ്നു ഇസ്ഹാഖ് എന്നവര് ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം അറബികളായ തുർക്കികൾ, അതായത് ബാബിലോണിയക്കാരുടെ രാജാവാണ്. അറബികളായ റോമക്കാരെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാർ. അവിടുത്തെ ഒരു വലിയ രാജാവായിരുന്നു ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി. അദ്ദേഹം മുസ്ലിമായി. ഇസ്ലാം സ്വീകരിച്ചപ്പോഴേ നാട്ടുകാരൊക്കെ വളഞ്ഞിട്ട് പിടിച്ചു. ഇബ്നു അംർ റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. മഹാനവറുകളെ കുരിശിൽ തറച്ചു. അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷയാണ് കുരിശിൽ തറക്കുക എന്ന് പറഞ്ഞാൽ. ഈസാ നബിയെ കുരിശിൽ തറച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾ ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വമാ സ്വലബൂഹു വമാ ഖതലൂഹു, ഈസാ നബിയെ അവർ കൊല്ലുകയോ കുരിശിൽ തറക്കുകയോ ചെയ്തിട്ടില്ല, അത് മറ്റൊരാളായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമിയെ കുരിശിൽ തറച്ചു വെച്ചു. അവരെ ഇങ്ങനെ അമ്പ് പിടിച്ചു. ഇപ്പൊ വെക്കുമെന്ന് പറഞ്ഞിട്ട്, തോക്കില്ലാത്തതുകൊണ്ട് അന്ന് അമ്പല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ തോക്ക് പിടിച്ചിട്ടുണ്ടാവും. അമ്പെയ്ത് പിടിച്ചു, ഇപ്പൊ കൊല്ലുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആർക്കെങ്കിലും പാട്ട് വരുമോ, ബൈത്ത് വരുമോ ചൊല്ലാൻ? അത് ആ സമയത്ത് ഉണ്ടാക്കി ചൊല്ല, പേടിച്ചിട്ട് പറയാൻ നാവുണ്ടാവോ? മഹാനായ ഫർവത്ത് ഇബ്നു അംർ അൽ ജുദാമി തങ്ങള് ചില കവിതകൾ ചൊല്ലിയ നേരത്ത്. അതാണ് അത്ഭുതം. എങ്ങനെ ആ ഒരു രംഗത്ത് നിൽക്കും. മരിക്കണം എന്ന് ആർക്കും ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ജീവിതം ഇഷ്ടമല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞു നമുക്കൊക്കെ ജീവിക്കാൻ ഇഷ്ടമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത് അതിലും വലിയൊരു ത്യാഗമാണ്. ആ ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നവർക്ക് റബ്ബ് തആല വലിയ മഹത്വം കൊടുക്കുകയാണ്. അവരാണ് ശുഹദാക്കള്. അവർക്കുള്ള ഷഫാഅത്ത് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുകയാണ്. മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചില കവിതകൾ ചൊല്ലുന്നു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി, മുസ്ലിമീങ്ങളായ നേതാക്കന്മാരോട് മുഴുവനും നിങ്ങൾ അറിയിച്ചു കൊടുക്കണമേ. ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി, ഞാനിവിടെ നിൽക്കുന്ന കുരിശിലാണ് എന്നെ പിടിച്ചു തറച്ചിരിക്കുന്നത്.
എൻ്റെ എല്ലുകളും എൻ്റെ ശരീരവും ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എൻ്റെ മുസ്ലിമീങ്ങളോട് നിങ്ങൾ പറയണമേ. കവിത ചൊല്ലുകയാണ് മഹാനായ നുഫൈൽ ഇബ്നു മഹാനായ ഫർവത്ത് ഇബ്നു അംറുൽ ജുദാമി റളിയല്ലാഹു അൻഹു. ബല്ലിഗ് സുറാത്തൽ മുസ്ലിമീന ബിഅന്നനി സിൽമുൽ ലിറബ്ബി അഅ്ളുമി വമഖാമി. ഞാൻ പിന്മാറിയിട്ടില്ല. അലാ ഹൽ അതാ സൽമ. അവരുടെ ഭാര്യയാണ് സൽമ. അപ്പം എൻ്റെ ഭാര്യയോടൊരു കാര്യം പറയാം. ഭാര്യയോട് ചെന്ന് കാണാനൊന്നും വരില്ല. അപ്പോൾ നിന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. അപ്പോൾ കേൾക്കുന്ന ആളുകൾ മനഃപ്പാഠമാക്കുകയാണ് ഈ വരികൾ. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അലാ ഹൽ അതാ സൽമ ബിഅന്ന ഹലീലഹാ അലാ മാഇ അഫ്റാ ഫൗക ഇഹ്ദർ റവാഹിലി. എൻ്റെ ഭാര്യ സൽമക്കറിയുമോ? ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിയത് ഫലസ്തീനിലാണ്. കൊണ്ടുവന്ന് കാരണം അന്നത്തെ റോമൻ ആസ്ഥാനം ജെറൂസലേമാണ്. അവിടെയാണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. അവിടെയുള്ള ഒരു അഫ്ര തടാകമുണ്ട്. ആ തടാകത്തിന്റെ അരികത്താണ് ഇദ്ദേഹത്തെ കുരിശിൽ തറച്ചത്. ആ കഥയാണ് ഭാര്യയോട് പറയാൻ വേണ്ടി പറയാണ്, എൻ്റെ പെണ്ണിനെ അറിയിച്ചു കൊടുക്കിൻ. ഹലീൽ ഭർത്താവിന് പറയുന്ന വാക്കാണ് ഹലീൽ. എന്തേ? അല്ലാഹ് ഹലാലാക്കിയ പുരുഷൻ, അതാണ് ഹലീൽ. സൽമയോട് പറയണേ അവളുടെ ഭർത്താവ് അഫ്ര തടാകത്തിന്റെ അരികത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണം. നല്ല ഒരു ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞേക്കാണ്. എവിടെ ഈ കുരിശിൽ തറച്ചതിനെ ഒട്ടകപ്പുറത്ത് ഇരിക്കണ പോലെ മഹാൻ കണ്ടത്. ഞാൻ നല്ല ഒട്ടകപ്പുറത്താണ്, ഇപ്പുറത്ത് അഫ്ര തടാകമുണ്ട്, ഇപ്പൊ നല്ലൊരു സ്ഥലത്ത് ടൂറിന് പോയതാന്ന് പറഞ്ഞു കൊടുക്കണേ എൻ്റെ ഭാര്യ സെൽമയോട്. പേടിക്കണ്ടെന്ന് പറയണേ. ഇത് പറയാൻ മാത്രമുള്ള ആത്മധൈര്യം, ജീവനക്കൊതിയുള്ള മനുഷ്യ പ്രകൃതത്തിനപ്പുറത്തേക്ക് മഹാനായ ഈ ത്യാഗീവര്യനായ ഫർവ റളിയല്ലാഹു അൻഹു ചെയ്തതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതും മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. യാ അല്ലാഹ്.